ഹായ് ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ചെറിയൊരു ട്രാവൽ വ്ളോഗ് മാതിരിയും അതുപോലെ തന്നെ നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളായിരുന്നു കാണിച്ചത്. അന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ പോയ വേറൊരു സ്ഥലമാണ്. കുറച്ച് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാനത് പാതി വെച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മുനിയറ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ചക്കര ഫാക്ടറി ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മുനിയറകളുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് മുനിയറകൾ ഇവിടെ ഉണ്ട്. ഇതൊരു മിത്താണോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്? 1500 വർഷം മുൻപുള്ള മുനിയറകളാണ് കേട്ടോ. ഇതെല്ലാം കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഇതിൽ പറയുന്ന 2 കഥകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നങ്ങാടി കേട്ടിട്ടില്ലേ? പണ്ട് കാലത്ത് ഒരുപാട് വയസ്സായിട്ട് മരണപ്പെടാതിരിക്കുന്ന ആൾക്കാരെ, കുനികുറുകിയിരിക്കുന്ന അങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ നന്നങ്ങാടികളിൽ അടച്ച് വെക്കാറുണ്ട്, കുഴിച്ച് കിട്ടാറുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ന്യൂസുകളിലൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയുള്ള ഒന്നാണ് മുനിയറ എന്നും പറയാറുണ്ട്. അതുപോലെ അല്ല, മുനികൾ താമസിച്ചിരുന്നതാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കായിട്ടുള്ള കാര്യം കാണാൻ വേണ്ടിയിട്ട് ബോർഡ് വായിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബോർഡൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിരിക്കുകയായിരുന്നു. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആർക്കെങ്കിലും കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ പോയിട്ടുണ്ട്. നൊനുപ്പാപ്പ ഇതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് തന്നെയാണല്ലോ. വെയിലുണ്ടെങ്കിൽ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഓരോരോ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമി പറയുന്നുണ്ടായിരുന്നു, മുനികൾക്ക് രാത്രി വന്ന് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. തമാശയ്ക്ക് പറഞ്ഞതാണ്, ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ കുറേ മുനിയറകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത, ഒരുപാട് സ്കൂളുകളിൽ നിന്ന് വെക്കേഷന് വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പല സ്കൂളുകളിൽ നിന്ന് പല പ്രായത്തിലുള്ള കുട്ടികൾ, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ജീപ്പുകളിൽ, ഇതൊരു ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഭയങ്കര കുത്തനെയായിട്ടുള്ള കല്ലും ഭയങ്കരമായിട്ടുള്ള, ശരിക്കും റോഡല്ല, പാറയുടെ മുകളിൽ കൂടെയാണ് ഈ മുനിയറകളിലേക്ക് ഈ ജീപ്പിലൂടെ സഫാരി ചെയ്യുന്നത്. കുറച്ച് ദൂരം തന്നെയുള്ളൂ താഴത്തുനിന്ന് മുകളിലേക്ക്. പക്ഷേ ഇതൊരു ഭയങ്കര രസമാണല്ലോ, ആടി ഇളകി അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷേ നമ്മൾ വന്നത് കാറിലാണ്. കാറ് മുകളിലേക്ക് പോവില്ല. അങ്ങനെ ഒരുപാട് ജീപ്പുകൾ കണ്ടു. പിന്നെ ഇതെന്താന്ന് എനിക്ക് ഇതുവരെയ്ക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഷൂലൊക്കെ വെച്ചപ്പോൾ മനസ്സിലായി അത് മുരുകൻ കോയിലാണെന്ന്. കെട്ടിയിട്ടൊന്നുമില്ല, ഇങ്ങനെ മൊത്തം കല്ല് വെച്ചൊരു അതിർവരമ്പ് പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ കല്ലുകൾ ഇങ്ങനെ അടുക്കി മേലെ വെച്ചിട്ടുണ്ട്. പല അവസരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് നീ മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും വേണ്ടുതലാണോ നേർച്ചയാണോ എന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് താഴെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിട്ടോ. അപ്പോൾ ഒരു സാധാരണ ഊണ് കടയിൽ കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ദൂരെ യാത്ര പോകുമല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കരുത് എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് യാത്രയിൽ നമ്മൾ സ്ഥിരമായി പോകുന്നതൊന്നുമല്ലല്ലോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് എല്ലാവർക്കും ഇഷ്ടമായി. ഇന്ന് നമ്മൾ പോകുന്നത് മറയൂർ ചന്ദനക്കാടുകളുടെ ഉള്ളിലേക്കാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ നെല്ലിയാമ്പതി ആണെങ്കിലും ഊട്ടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളിലും ഓരോ ഭംഗിയാണ് കാണാൻ. പക്ഷേ അനിമൽ സൈറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അധികമൊന്നും. നമ്മളിങ്ങനെ എല്ലാവിടെയും ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ആന ഉണ്ടാകും, പുലി ഉണ്ടാകും, മാൻ ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ആ സമയവും അങ്ങനെയാണല്ലോ. പക്ഷേ നല്ല ഭംഗിയുള്ള കാടുകളും തണുപ്പും ക്ലൈമറ്റും എല്ലാം അടിപൊളി ഒരു സൂപ്പറായിട്ടുള്ളൊരു സമയമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് കുഞ്ഞു അരുവികളും കാണാൻ പറ്റിയിട്ടോ. എല്ലാ ഭാഗത്തും നമുക്ക് ഇറങ്ങി പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ കഴിയില്ല. അത്രയും നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ ആൾക്കാരും മൂന്നാറിലേക്ക് പോകുന്നത്. ശരിക്കും നമ്മൾ മൂന്നാറിലേക്ക് ഈ പോകുന്ന സമയം ഇതാണ് കേട്ടോ. ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നല്ല മഴ പെയ്ത് പുതിയ ഇലകളൊക്കെ വന്നിട്ട് ഗ്രാസ് ലാൻഡൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. സാധാരണ പറമ്പിക്കുളം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകാൻ അവർ പറയുന്നത് ഈ സമയങ്ങളിലാണ് കേട്ടോ. അപ്പോഴാണ് അനിമൽസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. നമ്മൾക്ക് അപ്പം പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മൂന്നാർ ട്രിപ്പ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും ടയേർഡായി, ഫുഡും കഴിച്ചു. പിന്നെ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, കുട്ടികൾക്കും ഇഷ്ടമായി. അങ്ങനെ അവസാനം ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി. ഇതാണ് നമ്മളുടെ ഇരവികുളം നാഷണൽ പാർക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന്. വാപ്പി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ഇരവികുളം നാഷണൽ
നാഷണൽ പാർക്കിലേക്ക് ഒരാൾക്ക് 200 റുപ്പീസാണെന്ന് തോന്നുന്നു അഡൽട്ടിന്, കുട്ടികൾക്ക് 150 റുപ്പീസും. അത് നമ്മളിങ്ങനെ ബനാക്കട്ട നാഷണൽ പാർക്ക് അതുപോലെ ഓരോന്നിൽ പോകുമ്പോൾ സഫാരി ഉണ്ടാകുമല്ലോ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇതുപോലുള്ള ബസ്സുകളിലാണ് ഇവിടെ സഫാരി ഉള്ളത്. ചുറ്റും തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ ഉള്ളിലൂടെ നല്ല പച്ചപ്പുള്ള റോഡ്. സാധാരണ പ്രൈവറ്റ് വണ്ടികളിൽ നിന്ന് ഇത് കടത്തി വിടില്ല. അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് കടത്തിവിടുള്ളൂ. നമുക്ക് തോന്നിയ പോലെ ഒന്നും പോകാൻ കഴിയില്ല കേട്ടോ. അവിടെ പോയി ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി കാണാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം വെസ്റ്റേൺ ഘട്ടിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിലുള്ള വരയാടുകളെയാണ് കേട്ടോ. നീലഗിരി താർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. അതായത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗണത്തിൽപ്പെട്ട ആടുകളാണ്. കാണുമ്പോൾ ആടുകളെ പോലെ തന്നെയാണ് ഇരിക്കുക, പ്രത്യേകിച്ച് അതിൽ ഭാവങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ഒരു കാട്ടാടുകളാണ്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള മിസ്റ്റ്, കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളങ്ങളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വരവും പോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബസ്സിൽ നിന്ന് ഒരു ഭാഗത്ത് ഇറക്കി വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കാശ് കൊടുത്ത് കുറയ്ക്കുന്ന പട്ടീനെ വാങ്ങിച്ച പോലെ ആയല്ലോ എന്ന്. കാരണം ഇറക്കി വിട്ടിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്, രണ്ട് സൈഡും കൈവരി കെട്ടിയിട്ട്. അതിലൂടെ ഒരുപാട് ദൂരം മുകളിലേക്ക് ഉച്ചി മലയിൽ കയറാനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇതെന്താണെന്നറിയോ, ആടിൻ്റെ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം നീലക്കുറിഞ്ഞി ചെടികളാണ്. ഇത് നമ്മൾ മിസ് ചെയ്തു. നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലത്തൊക്കെ വന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടിട്ടുണ്ട്, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്താണെങ്കിലും നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു കാലത്ത് വരണമെന്ന് എനിക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നിയിട്ടോ. കാരണം രണ്ട് സൈഡും ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇതുപോലെ മുളം കമ്പുകളൊക്കെ പിടിപ്പിച്ചിട്ടാണുള്ള വേലികളാണുള്ളത്. നല്ല റോഡും കല്ലുവരി പാതകളും എല്ലാം ഉണ്ട്. ഓരോ ചെടികളെയും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വട്ടത്തിൽ പനിക്കൂർക്കയുടെ ഇലയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഉണ്ടാവുന്ന ഇങ്ങനെ കൂട്ടമായ ഓരോ ഭാഗങ്ങളുള്ള ഇതിനെയാണ് നമ്മൾ നീലക്കുറിഞ്ഞി പൂക്കളുടെ ചെടികളായിട്ട് പറയുന്നത്. അറിയാമല്ലോ, 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നതാണ്. ഇപ്പം എന്തായാലും ഒരു പൂ കൂടിയില്ല. എന്നാലും അതിൻ്റെ ഇടയിൽ കാണുന്ന, മലകളിൽ കാണുന്ന ഓരോ പൂക്കളും നമ്മൾ നാട്ടിൽ എത്ര പൈസ കൊടുത്ത് വാങ്ങിയാലും ഇല്ലാത്ത അത്രയും ഭംഗിയിലാണ് കേട്ടോ ഇവിടെ വളരെ സ്വതസിദ്ധമായിട്ട് വളരുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരാൾ പോസ് ചെയ്ത് നോക്കുന്ന കണ്ടോ, ഇത് കാണുമ്പോൾ വെറും ആട് പോലെ തോന്നും. ഇവനെ കാണാനാണ് നമ്മൾ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നത്. ഇതാണ് വരയാട്, നീലഗിരി താർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ. നീലഗിരി അതായത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നീലഗിരി ഭാഗങ്ങളിലാണ് ഇതുള്ളത്. ഇതിനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരങ്ങളാകെ ഇവരെന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വളരെ കൂളായി നടക്കാൻ തുടങ്ങും. നമ്മൾ ആദ്യം ഒന്നിനെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹായ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവരിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ എൻ്റെ സ്ഥലമാണ്, നിങ്ങളൊന്നും ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു കേട്ടോ അവർ വരുന്നത്. മാമിക്ക്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ ഒരു ഫോട്ടോ എടുക്കുക. നമ്മളിപ്പോൾ ഇവരെ കാണാനാണല്ലോ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതിലൊരു ആടുണ്ടല്ലോ, ആ ആട് അച്ചൂട്ടനെ കുത്താൻ പോകുന്നത് ഈ വീഡിയോയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ തൊടാനൊന്നും നിന്നിട്ടില്ല, പക്ഷെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതിൽ കുത്താൻ നോക്കി. ഇവൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. അവനെല്ലാവരും കുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വെറും കല്ലുകളിൽ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം നമ്മൾ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ. കുറേ ആടുകളുണ്ടായിരുന്നു. ഇത് കുറിഞ്ഞി ഗാർഡനാണ്. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. നമ്മൾ കുത്തനുള്ള കയറ്റമൊന്നുമല്ല, പിന്നെ സ്ലോപ്പായിട്ടുള്ള റോഡാണ്. നല്ല നീറ്റാണ്, ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. അത്രയും സൂപ്പറായിട്ടാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നീലക്കുറിഞ്ഞിയുടെ ഗാർഡനായിട്ട് കുറേ ഉള്ളൊരു ഭാഗത്തിന് ഇങ്ങനെ വളച്ച് നല്ല ഭംഗിയിലെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ മുളയൊക്കെ വലിച്ച് കെട്ടിയിട്ടുള്ള ഒരു ആർച്ച് പോലെ ഇട്ടിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മരത്തിന് ചുറ്റും മുള വലിഞ്ഞ് വരച്ച് വലിച്ച് കെട്ടിയിരിക്കുന്ന ഒരു ചെയർ പോലെയും സോഫ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാർ എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല, അത്രയും ഭംഗിയുണ്ട് കേട്ടോ. ഇതെല്ലാം നീലക്കുറിഞ്ഞി പൂക്കളുടെ ചെടികളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്താണ് ഇത് വരുന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂത്ത സമയത്ത് വന്നാൽ പൂക്കളേക്കാളും മനുഷ്യന്മാരുണ്ടാവുള്ളൂ അത് കാണാൻ വേണ്ടി വന്ന ആൾക്കാർ. ഇതിൻ്റെ ഇടയിലിടയിൽ ഓരോരോ പൂക്കളുണ്ടാവും, പക്ഷെ അത് നീലക്കുറിഞ്ഞിയുടെ പൂക്കളല്ല, വേറെ കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആടുകൾ ഇങ്ങനെ കാടുകളിൻ്റെ ഉള്ളിൽ നിന്ന് തീറ്റ തേടി പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ സമയങ്ങളിൽ അവർ
ഭക്ഷണം തേടി വെയിൽ ചൂടാകുമ്പോൾ അവർ കാടുകളുടെ ഉള്ളിലേക്ക് വലിയും. അത് കഴിഞ്ഞ് വീണ്ടും കാടിൻ്റെ വെയിൽ ആറുന്നതിനനുസരിച്ച് അവർ പുറത്തേക്ക് കൂട്ടം കൂട്ടമായിട്ട് വരികയാണ് ചെയ്യുക. ഈ ആടുകളുടെ പ്രത്യേകത അവർ ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞിനെ കേട്ടോ പ്രസവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ആടൊക്കെ പ്രസവിക്കുമ്പോൾ 2-3 കുട്ടികളൊക്കെ നോർമലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. അതും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറേ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു പാർക്ക് മാതിരി ഉണ്ട്. സ്റ്റോറി ഓഫ് ദി പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്നു വന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ, കഷ്ടമാണ്, വെറുതെ വന്നു കാശ് കൊടുത്ത് വന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ചെയ്യാത്ത നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് ബസ്സിൽ കയറി അവർ താഴെ കൊണ്ട് വിട്ടു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ തന്നെ വേറൊന്നുണ്ടായിരുന്നു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാണ്. 10-11 അത്രേ ചെയറുകളേ ഉള്ളൂ. അതിനിടയിൽ കറണ്ട് പോയായിരുന്നു. അപ്പോൾ ചെയറുകളിലെ ചാർജസൊക്കെ കമ്മിയായതുകൊണ്ട് എല്ലാവരും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു കേട്ടോ. അവിടെയും ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് നേരിട്ട് കാണുന്ന മാതിരി 3D ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസായിരുന്നു ചാർജ് ചെയ്ത് 1 പേഴ്സൺ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ മൂന്നാർ ട്രിപ്പ് പോയിട്ടുള്ളവരാണ്, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തവരാണെങ്കിൽ രാത്രി തിരിച്ചു വരുമ്പോൾ ആനച്ചാലിന് ഭാഗത്തുള്ള നെസ്റ്റ് ഹോട്ടലിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഫുഡ് കോർട്ട് സെയിൻ ഫുഡ് കോർട്ടിലാണ് കേട്ടോ പോയി ഫുഡ് കഴിച്ചാൽ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. കലാഭവൻ നവാസിൻ്റെ ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.